എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ് എന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ്. കഴിഞ്ഞ 2 ലക്കങ്ങളിലായി നമ്മൾ ഓർഗനൈസിംഗ് എന്നതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ ഓർഗനൈസിംഗ് പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ, വിവിധ സ്റ്റെപ്പുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഈ ലക്കത്തിൽ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ്, അതായത് സംഘാടനത്തിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓർ ബെനഫിറ്റ്സ് എന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ്, സംഘാടനത്തിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്, മെറിറ്റ്സ് എന്നെല്ലാം പറയാം. ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ബെനഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ. ബെനഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ, അതായത് സ്പെഷ്യലൈസേഷൻ്റെ, വൈദഗ്ധ്യവൽക്കരണത്തിൻ്റെ നേട്ടങ്ങൾ, മെച്ചങ്ങൾ. ഓർഗനൈസേഷൻ ലീഡ്സ് ടു എ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ജോബ്സ് എമംഗ് എംപ്ലോയീസ്. നമുക്കറിയാം, കഴിഞ്ഞ ഓർഗനൈസേഷൻ്റെ മീനിങ്ങിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത് മൊത്തം വർക്കിനെ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഡിവൈഡ് ചെയ്ത് അത് അർഹരായ, അനുയോജ്യരായ, കഴിവും യോഗ്യതയുമുള്ള ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഓർഗനൈസേഷൻ ലീഡ്സ് ടു എ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ, അത് ഏൽപ്പിച്ചു കൊടുക്കുക, സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു ജോലികൾ എമംഗ് എംപ്ലോയീസിനിടയിൽ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഓരോരുത്തർക്കും ഉള്ളത് ഇന്ന ജോലിയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റായി ചെയ്തുകൊണ്ടേയിരിക്കും. റിപ്പീറ്റീവ് പെർഫോമൻസ് ഓഫ് എ പർട്ടിക്കുലർ ടാസ്ക്, ഒരു പ്രത്യേക ടാസ്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പെർഫോം ചെയ്യുന്നതിലൂടെ ഹെൽപ്സ്, അത് സഹായിക്കുന്നു ഒരു വർക്കറെ ടു ഗെയിൻ മോർ എക്സ്പീരിയൻസ് ഇൻ ഹിസ് ഏരിയ ആൻഡ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ആ ടാസ്കിൽ, ആ ഏരിയയിൽ അയാൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ലഭിക്കാനും, വീണ്ടും ചെയ്യുന്നതിലൂടെ, റിപ്പീറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിലൂടെ, പെർഫോം ചെയ്യുന്നതിലൂടെ കൂടുതൽ എക്സ്പീരിയൻസ് ലഭിക്കുന്നു. അത് എന്താണ്, വൈദഗ്ധ്യത്തിലേക്ക്, സ്പെഷ്യലൈസേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ സ്പെഷ്യലൈസേഷൻ്റെ ബെനിഫിറ്റുകളായ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നു, സ്പീഡ് വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ എഫിഷ്യൻസി വർദ്ധിക്കുന്നു, എഫക്റ്റീവ്നെസ് വർദ്ധിക്കുന്നു. അതിലൂടെ ഫൈനലി ദിസ് റിസൾട്ട്സ് ഇൻ ഹയർ പ്രൊഡക്ടിവിറ്റി, ഉയർന്ന ഉൽപ്പാദനക്ഷമതയും ലഭ്യമാവുന്നു. അങ്ങനെ ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ്റെ എല്ലാ ബെനിഫിറ്റുകളും ഓർഗനൈസിങ്ങിലൂടെ ഒരു സ്ഥാപനത്തിന് ലഭ്യമാവുന്നു എന്നർത്ഥം. സെക്കൻഡ് പോയിൻറ്റ്, ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്, അതായത് പ്രവർത്തന ബന്ധങ്ങളിലുള്ള വ്യക്തത, ക്ലാരിറ്റി. The establishment of working relationships creates scalar chain in an organization. അതായത് വർക്കുകളെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത്, അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത്, അവർക്കിടയിലാണ് ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവർക്കിടയിൽ, എംപ്ലോയീസിനിടയിൽ, അതായത് സുപ്പീരിയർക്കും സബോർഡിനേറ്റ്സിനും ഇടയിൽ, അല്ലെങ്കിൽ മാനേജർക്കും തൊഴിലാളികൾക്കും ഇടയിൽ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ സ്കാലാർ ചെയിൻ റിലേഷൻഷിപ്പ്, ഒരു ആശയവിനിമയ കമ്മ്യൂണിക്കേഷൻ ചാനൽ ചെയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നർത്ഥം. സ്കാലാർ ചെയിൻ മീൻസ് ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ദി ലോവസ്റ്റ് റാങ്ക്സ്. ഇത് നമ്മൾ സ്കാലാർ ചെയിൻ എന്നുള്ള ഒരു ലക്കം മാത്രം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ്. സ്കാലാർ ചെയിൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹയസ്റ്റ് ലോവസ്റ്റ് റാങ്കിലേക്കുള്ള, അതായത് സുപ്പീരിയർ സബോർഡിനേറ്റ്സിൻ്റെ ഇടയിലാണ്, ടോപ്പ് ലെവലിൽ നിന്ന് ലോ ലെവലിലേക്കുള്ള ഒരു ലൈൻ ഓഫ് അതോറിറ്റി ഓർ ചെയിൻ ഓഫ് അതോറിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് സ്കാലാർ ചെയിൻ എന്നുള്ളത്. ദിസ് റിമൂവ്സ്, ഇത് വ്യക്തമാണ്. അതായത് ആ ലൈൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ചെയിൻ ഓഫ് സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ്, ചെയിൻ ഓഫ് ഹയസ്റ്റ് റാങ്ക് ടു ദി ലോവസ്റ്റ് റാങ്ക്സ് എന്നുള്ളത് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ദിസ് റിമൂവ്സ്, ഇത് ഇല്ലാതാക്കുന്നു, കുറയ്ക്കുന്നു, അംബിഗിറ്റി, ദാറ്റ് ഈസ് കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ ഇല്ലാതാക്കുന്നു. ഇൻ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, അതായത് ഇൻഫർമേഷൻസും ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും എല്ലാം ആരിൽ നിന്ന് ആരിലേക്ക്, ആരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള അതിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതാക്കുന്നു ഈ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സ്കാലാർ ചെയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അത് ഓർഗനൈസിങ്ങിൻ്റെ ഒരു ഫലമാണ്. ചുരുക്കത്തിൽ, അസൈൻ ചെയ്ത് കൊടുക്കപ്പെട്ട വർക്കിൻ്റെയും അതടിസ്ഥാനത്തിലുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്, സുപ്പീരിയർ ആര്, സബോർഡിനേറ്റ് ആര്, ആ വർക്കിംഗ് റിലേഷൻഷിപ്പ് അനുസരിച്ച് ആര് എന്നുള്ളത് ക്ലിയർ ആകുന്നു, അതിലൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നു. അതനുസരിച്ച് സ്ഥാപനത്തിൻ്റെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ്ങിന് സഹായിക്കുന്നു, കൺഫ്യൂഷനൊന്നുമില്ലാതെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് സഹായിക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്ങിലെ തേർഡ് പോയിൻറ്റ്,
ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഒപ്റ്റിമം ഓർ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ ഏറ്റവും അനുകൂലമായ പരമാവധിയായിട്ടുള്ള ഉപയോഗം. ഓർഗനൈസേഷൻ റിസൾട്ട്സ് ഇൻ പ്രോപ്പർ യൂസ് ഓഫ് ആൾ ഹ്യൂമൻ, ഫൈനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ്. അതായത് ഓർഗനൈസേഷൻ എന്നുള്ളത്, ഓർഗനൈസിങ് പ്രോസസ്സ് എന്നുള്ളത് എല്ലാതരം വിഭവങ്ങളുടെയും, അത് മാനുഷിക, ധനകാര്യ, ഭൗതിക വിഭവങ്ങളുടെയും ശരിയായ പ്രോപ്പറായ ഉപയോഗം ഉറപ്പുവരുത്തുന്നുണ്ട്, അതിലേക്ക് എത്തിക്കുന്നു, റിസൾട്ട്സ് ചെയ്യുന്നുണ്ട്. The proper assignment of jobs avoids ഓവർലാപ്പിംഗ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. അതായത് ശരിയായ രീതിയിൽ വർക്കുകൾ ശരിയായ ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ, അസൈൻ ചെയ്ത് കൊടുക്കുന്നതിലൂടെ വർക്കുകളുടെ ഓവർലാപ്പിങ്ങും ഡ്യൂപ്ലിക്കേഷനും, അതായത് ആവർത്തനവും വീണ്ടും വീണ്ടും പെർഫോം ചെയ്യലും ആവർത്തനവും ഡ്യൂപ്ലിക്കേഷനും എല്ലാം, കവിഞ്ഞു കിടക്കലും ഓവർലാപ്പിങ്ങും എല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്നു. ഓൾ ദീസ്, അതായത് ഈ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം, അതായത് പ്രോപ്പർ യൂസ് ഓഫ് ഓൾ റിസോഴ്സസ്, അതുപോലെ തന്നെ അവോയ്ഡിങ് ഓവർലാപ്പിംഗ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ, ഇതെല്ലാം തന്നെ ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഇതെല്ലാം തന്നെ ഹെൽപ്സ്, ഇത് സഹായിക്കുന്നു ടു പ്രിവെൻറ്റ് കൺഫ്യൂഷൻ ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ മിനിമൈസ്, അത് ലഘൂകരിക്കുന്നു ദ വേസ്റ്റേജ് ഓഫ് ഓൾ റിസോഴ്സസ്, എല്ലാ റിസോഴ്സുകളിലുമുള്ള വേസ്റ്റേജ് കുറയ്ക്കുന്നു, ഇല്ലാതാക്കുന്നു. ടൈമിലുള്ള വേസ്റ്റേജ് ആൻഡ് എഫേർട്സ്. അപ്പോൾ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്, ടൈം ആൻഡ് എഫേർട്സ്, ഇതെല്ലാം കുറയ്ക്കാനും ഇല്ലാതാക്കാനും ഓർഗനൈസിങ് സഹായിക്കുന്നു. അങ്ങനെ പരമാവധി റിസോഴ്സുകളെല്ലാം യൂട്ടിലൈസ് ചെയ്യാനും സഹായിക്കുന്നു. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അതിന് സഹായിക്കുന്നു. ഫോർത്ത് പോയിന്റ്, അഡാപ്റ്റേഷൻ ടു ചേഞ്ച്, മാറ്റങ്ങൾക്ക് അനുരൂപമാക്കുന്നു. അതായത് പുറമേ ഉണ്ടാകുന്ന ബാഹ്യമായ മാറ്റങ്ങൾക്ക്, ബാഹ്യ ഘടകങ്ങളിലുള്ള എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് അതിനനുസരിച്ച് നിലനിന്ന് പോകുവാൻ സ്ഥാപനത്തെ പര്യാപ്തമാക്കുന്നു എന്നർത്ഥം. അഡാപ്റ്റേഷൻ ടു ചേഞ്ച്. The organizing process allows a business enterprise to adapt itself to changes in business environment. അതായത് ബിസിനസ് എൻവയോൺമെൻറ്റിലുള്ള ചേഞ്ചുകൾക്ക് അനുരൂപമായ രീതിയിൽ നിലനിന്നു പോകുവാൻ, മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ ഫലപ്രദമായ രീതിയിൽ സ്ഥാപനത്തെ പര്യാപ്തമാക്കുന്നു എന്നർത്ഥം. ഇറ്റ് അലൗസ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ടു ബി സ്യൂട്ടബിളി മോഡിഫൈഡ്. അതിലൂടെ ആ മാറ്റങ്ങൾക്കനുസരിച്ച് സ്ഥാപനത്തിൻ്റെ ഘടനയിലും പ്രവർത്തനങ്ങളിലും അനുയോജ്യമായ രീതിയിൽ മോഡിഫിക്കേഷൻ ഉണ്ടാക്കാനും സഹായിക്കുന്നു. ഇറ്റ് എനേബിൾസ്, ഇതെല്ലാം തന്നെ ഇതിനെ സഹായിക്കുന്നു, സ്ഥാപനത്തെ സഹായിക്കുന്നു. സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഇൻ സ്പൈറ്റ് ഓഫ് ചേഞ്ചസ്, വെറും മാറ്റങ്ങൾക്ക് പകരമായിക്കൊണ്ട്, അതുകൂടാതെ തന്നെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും അതിജീവനത്തിനും, അതായത് സാഹചര്യങ്ങളിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച്, എൻവയോൺമെൻറ്റിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതോടൊപ്പം തന്നെ, സ്ഥാപനത്തിൻ്റെ ഘടനയിലും പ്രവർത്തനത്തിലും മാറ്റങ്ങൾ വരുത്തുന്നതോടൊപ്പം തന്നെ സ്ഥാപനം ആ മാറ്റങ്ങൾക്കനുസരിച്ച്, എൻവയോൺമെൻറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും വളർച്ച സാധ്യമാക്കുന്നതിനും സ്ഥാപനത്തെ ഓർഗനൈസിംഗ് പ്രക്രിയ സഹായിക്കുന്നു. ഫിഫ്ത്ത് പോയിൻറ്റ്, എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഓർഗനൈസിംഗ് എന്നുള്ളത് സ്ഥാപനത്തിൻ്റെ ഫലപ്രദമായ ഭരണത്തിന് സഹായിക്കുന്നതിനർത്ഥം. എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, ഫലപ്രദമായ ഭരണം. ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് എ ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജോബ്സ് ആൻഡ് റിലേറ്റഡ് ഡ്യൂട്ടീസ്. അതായത് ഓരോരുത്തർക്കും അസൈൻ ചെയ്തു കൊടുത്ത ഡ്യൂട്ടീസ്, ജോബുകൾ എന്തൊക്കെയാണെന്നതിനെ സംബന്ധിച്ച ഒരു ക്ലിയറായ വിശദീകരണം അല്ലെങ്കിൽ വിവരണം അതത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തികൾക്ക് ഓർഗനൈസേഷനിലൂടെ നൽകപ്പെടുന്നു, ഓർഗനൈസിംഗ് പ്രോസസ്സിലൂടെ നൽകപ്പെടുന്നു. ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് എ ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജോബ്സ് ആൻഡ് റിലേറ്റഡ് ഡ്യൂട്ടീസ്. ആ ജോലിയുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ നൽകുന്നു, അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടികൾ എന്തൊക്കെയെന്നും വ്യക്തമാക്കി നൽകുന്നു. ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്സ് എനേബിൾസ് പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് വർക്ക്. അങ്ങനെ ആ സുപ്പീരിയർ സബോർഡിനേറ്റ്, ടോപ്പ് ലെവൽ, ലോവർ ലെവൽ, ഇത്തരത്തിലുള്ള ആ റിലേഷൻഷിപ്പ്, വർക്കിംഗ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തത അത് വ്യക്തമാക്കി കൊടുക്കുന്നതിലൂടെ, അതായത് സ്കാലാർ ചെയിൻ പ്രിൻസിപ്പിൾ അവിടെ വ്യക്തമാക്കി കൊടുക്കുന്നതിലൂടെ പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് വർക്ക്, ആ വർക്ക് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ അത് സഹായിക്കുന്നു. ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യണം, ആർക്ക് എവിടെ നിന്നെല്ലാം ഡയറക്ഷൻസ് കിട്ടണം, ആരോട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യണം എന്നുള്ളതൊക്കെ വ്യക്തമാക്കുന്നതിലൂടെ, ആ റിലേഷൻഷിപ്പ് വ്യക്തമാക്കുന്നതിലൂടെ വർക്കിൻ്റെ പ്രോപ്പറായ നല്ല രീതിയിലുള്ള, പരമാവധി നല്ല രീതിയിലുള്ള എക്സിക്യൂഷനും അത് ഉറപ്പുവരുത്തുന്നതിന് സഹായിക്കുന്നു, എനേബിൾ ചെയ്യുന്നു.
മാനേജ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ദസ് അപ്രകാരം ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് അത് ഈസിയർ അത് വളരെ ഈസിയായി മാറുന്നു ആൻഡ് ബ്രിങ്സ് എഫക്റ്റീവ്നെസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഫൈനലി അതിലൂടെ അത് ആ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ഉണ്ടാക്കി തീർക്കുന്നു. സിക്സ്ത് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്ങിൻ്റെ ആറാമത്തെ ഇമ്പോർട്ടൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ജീവനക്കാർ, എംപ്ലോയീസ്, അത് ജീവനക്കാരുടെ ഡെവലപ്മെൻറ്റ്, വികസനം. ഓർഗനൈസിങ് സ്റ്റിമുലേറ്റ്സ് ക്രിയേറ്റിവിറ്റി അമംഗ് ദ മാനേജേഴ്സ്. അതായത് വർക്കൊക്കെ ഓരോരുത്തർക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഫീൽഡിൽ ആ വർക്കുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകത ഡെവലപ്പ് ചെയ്യാനും നടപ്പിലാക്കാനും മാനേജേഴ്സിന് അധികാരം നൽകുന്നു, അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. ഓർഗനൈസിങ് സ്റ്റിമുലേറ്റ്സ് ക്രിയേറ്റിവിറ്റി എമംഗ്സ് മാനേജർമാർക്കിടയിൽ ക്രിയേറ്റിവിറ്റി പ്രോത്സാഹിപ്പിക്കുന്നു ഓർഗനൈസിങ്ങിലൂടെ. എഫക്റ്റീവ് ഡെലിഗേഷൻ എനേബിൾസ് എ മാനേജർ ടു യൂസ് ഹിസ് ടൈം ഓൺ ഹൈ പ്രയോറിറ്റി ഏരിയാസ്. അതായത് ഓരോ മാനേജർക്കും അധികാരങ്ങൾ എഫക്റ്റീവായ രീതിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ ആ ഓരോരുത്തർക്കും അവരുടെ ടൈമും എഫേർട്ടുമെല്ലാം ഹൈ പ്രയോറിറ്റി ഏരിയാസ്, കൂടുതൽ മുൻഗണന നൽകേണ്ട മേഖലകളിലേക്ക്, ജോലികളിലേക്ക്, വിഷയങ്ങളിലേക്ക് ഊന്നൽ നൽകുവാൻ ഓരോ മാനേജറെയും സഹായിക്കുന്നു. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് ദ സബോർഡിനേറ്റ്സ് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ് ആൻഡ് എക്സസൈസ് ഇനീഷ്യേറ്റീവ്. അതായത് ഇപ്രകാരം അധികാരങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ കീഴുദ്യോഗസ്ഥർക്ക് അവർക്ക് അവരുടെ മേഖലയിൽ വികസിക്കാനും ഡെവലപ്മെൻറ്റ് കൈവരിക്കുവാനും അതുപോലെ തന്നെ അവരുടെ ഇനീഷ്യേറ്റീവ് അനുസരിച്ച് മുൻകൈയെടുത്ത് പ്രവർത്തിക്കാനും അവരുടെ സർഗപരത വികസിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അവരെ കീഴുദ്യോഗസ്ഥരെ, സബോർഡിനേറ്റ്സിനെ സഹായിക്കുന്നു, അവർക്ക് അവസരങ്ങൾ നൽകുന്നു, ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നു, ലഭ്യമാക്കുന്നു എന്നർത്ഥം. ഓക്കെ, ഏഴാമത്തെ പോയിൻറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. സ്ഥാപനത്തിൻ്റെ വികാസവും വളർച്ചയും. ഓർഗനൈസേഷൻ ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഓർഗനൈസിങ് പ്രോസസ്സ് ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ് ഒരു സ്ഥാപനത്തിൻ്റെ ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് വൈവിധ്യവൽക്കരണത്തിനും സഹായിക്കുന്നു. ഇറ്റ് അലൗസ് എ ഫേം ടു ആഡ് മോർ ജോബ് പൊസിഷൻസ്. അതായത് ഇറ്റ് അലൗസ്, ഓർഗനൈസിങ് എന്നുള്ളത് ഒരു സ്ഥാപനത്തിന് ആ സ്ഥാപനത്തോട് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ആഡ് ചെയ്യാനും ഉണ്ടാക്കിയെടുക്കുവാനും, പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും, ന്യൂ ജിയോഗ്രഫിക്കൽ ടെറിട്ടറീസ്, പുതിയ ഏരിയകളിലേക്ക്, പ്രാദേശിക ഏരിയകളിലേക്ക് സ്ഥാപനത്തെ വികസിപ്പിക്കുന്നതിനും, ആൻഡ് ഈവൻ ഡൈവേഴ്സിഫൈ ദർ പ്രൊഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങളിൽ തന്നെ വൈവിധ്യത ഉണ്ടാക്കിയെടുക്കാനും, പല വ്യത്യസ്തങ്ങളായ പ്രൊഡക്റ്റുകൾ അവർക്ക് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്താനും ഒരു സ്ഥാപനത്തെ സഹായിക്കുന്നു. This will help to increase customer base, സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. ഫൈനലി അവസാനം ഇതിലൂടെയെല്ലാം ഒരു സ്ഥാപനത്തിൻ്റെ ഉപഭോക്തൃ അടിത്തറ, കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനും അടിത്തറ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സെയിൽസ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അതിലൂടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനും സ്ഥാപനത്തെ സഹായിക്കുന്നു. അതായത് ചുരുക്കത്തിൽ ഓർഗനൈസിങ് എന്നുള്ളത് ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിനും അതിലൂടെ വളർച്ചയ്ക്കും പ്രോഫിറ്റ് കൂടുതൽ ലഭ്യമാക്കുന്നതിനും സഹായിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 8 മാർക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഓർക്കാവുന്ന രീതിയിലേക്ക് കുറച്ച് അഡീഷണൽ പോയിൻറ്റുകൾ കൂടി നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഡിസ്കഷനിൽ വന്ന പോയിൻറ്റുകൾ തന്നെയാണ്. 8ാമത്തത് ക്രിയേറ്റ്സ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്. അതായത് ഓർഗനൈസിങ്ങിലൂടെ ഒരു സ്ഥാപനത്തിൽ നല്ല ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ട് നല്ല ഒരു പ്രവർത്തന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു. 9, റെഡ്യൂസ് കോൺഫ്ലിക്ട്സ് എമംഗ് പേഴ്സണൽ. നല്ല ഒരു അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ പേഴ്സണൽ എംപ്ലോയീസിനിടയിൽ കോൺഫ്ലിക്ട്സ് പരമാവധി കുറയ്ക്കുന്നു, ഇല്ലാതാക്കുന്നു. 10, ഇംപ്രൂവ് എഫിഷ്യൻസി. അതായത് സ്ഥാപനത്തിൽ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും, അതായത് നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉണ്ട്, വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ട്, കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ മൊത്തം പ്രവർത്തനത്തിൽ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും അഭിവൃദ്ധിപ്പെടുത്തുന്നു.
11 റെഡ്യൂസ് വേസ്റ്റേജസ് ഇൻ കോസ്റ്റ് ടൈം എഫേർട്സ് എക്സെട്ര എല്ലാ തരത്തിലുള്ള വേസ്റ്റേജുകളും കുറയ്ക്കാൻ സഹായിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ 12 അച്ചീവ് ഗോൾസ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യം എഫിഷ്യൻ്റായും എഫക്റ്റീവായ രീതിയിലും സ്ഥാപനത്തിൻ്റെ എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സാധാരണ പറയുന്നത് പോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതെല്ലാം നിങ്ങൾ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.